ചേച്ചി കഴിഞ്ഞ എന്ത് കഴിഞ്ഞോന്ന്? ഗോതമ്പ് പൊടിച്ച് കഴിഞ്ഞോന്ന്? അത് എത്ര നേരെ പൊടിച്ചു വെച്ചിരിക്കുന്നു? കാശ് വന്നിട്ട് എടുത്തോണ്ട് പോടാ. അല്ല ചേച്ചി, നമ്മുടെ സഖാവ് ചെത്തുകാരൻ കണാരൻ ചേട്ടൻ വരാറുണ്ടോ? കണാരേട്ടൻ വരാറുണ്ട്, പോവാറുണ്ട്. അതിന് നിനക്കെന്താ കാര്യം? എനിക്കെന്ത് കാര്യം? കണാരേട്ടൻ വന്നാ കണാരേട്ടനല്ലേ കാര്യം? എന്താ? അല്ല, വെറുതെ വിശേഷം ചോദിച്ചെന്നുള്ളൂ. കണാരേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതെന്താ? അല്ല, കണ്ടപ്പോ ഓടൂലേ? കണാരേട്ടനോ? അല്ല, ഞാൻ കാശ് കൊടുക്കാനുള്ളതുകൊണ്ടേ. കണാരേട്ടൻ നിന്നെ അന്വേഷിച്ചോണ്ട് നടക്കണ്ട്. ഈ കണാരേട്ടനൊന്നും ബുദ്ധിയില്ലട്ടാ. എന്തിനാണ് എന്നെ അന്വേഷിക്കണേ? എന്റെ കയ്യിൽ കാശില്ലെന്ന് അറിഞ്ഞൂടെ? നീ അങ്ങേരുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട. ചേറ്റുകത്തോണ്ട് നിന്റെ കയ്യും കാലും അരിഞ്ഞിടും. ചേച്ചി വിചാരിച്ച അതൊന്നും ഒഴിവാക്കി കിട്ടും. ഞാൻ വിചാരിച്ചിട്ട് എന്റെ കടം പോലും ഒഴിവാക്കി കിട്ടിയിട്ടില്ല. അപ്പൊ ചേച്ചിയും കട, കണാരേട്ടനും കട. പോടാ അവിടുന്ന്. അപ്പൊ ശരി ചേച്ചി. കാശ് വെച്ചിട്ട് പോടാ. കാശ് വെക്കാനോ? ഇത് ഗോതമ്പൊടിയല്ലേ? അതെന്നെയാ പറഞ്ഞത്. ഗോതമ്പ് പൊടിച്ച് എന്റെ കാശ് വെച്ചിട്ട് പോവാൻ. ചേച്ചി, അത് നീ എനിക്ക് എത്ര തരാനുണ്ടെന്ന് അറിയാലോ. ചേച്ചിയോട് ഞാൻ പല തവണ പറഞ്ഞത് എഴുതി വെക്ക് എനിക്ക് മറന്നു പോകുന്നു. ഇപ്പൊ തന്നെ മറന്നു പോയില്ലേ? എനിക്ക് എല്ലാവരും കിടന്ന് ഓർത്തു വെക്കാൻ പറ്റുമോ? എന്നാ ഞാൻ മറന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? മോനെ നീല, ഇപ്പൊ പൊടിച്ച എന്റെ 5 രൂപയും കൂടി ചേർത്ത് 85 രൂപ തരാനുണ്ട്. അപ്പൊ പഴയ 80 അവിടെ നിൽക്കട്ടെ, ഇപ്പോഴത്തെ 5 തരാം. എന്നത്താ? അല്ല, ഇപ്പോഴല്ല. ഞാൻ ഈ ഗോതമ്പൊടി കൊണ്ട് പലചരക്കടെ കൊടുത്തിട്ട് അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ട് ചേച്ചി കൊണ്ടുവന്ന് തരാം. വരട്ടെ? അല്ല, കണാരം ഉള്ള വഴിക്ക് പോണ്ടെന്ന് പറയാ. നല്ല മാണിക്കാത്ത കുറ്റിക്കാടായിരുന്നു. അതൊക്കെ വെട്ടി നിരപ്പാക്കി തെങ്ങും കമ്പൊക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങും മേലൻ ജീവന്റെ ജീവനിരിപ്പു. പാമ്പേ, മലം പാമ്പേ. പാമ്പല്ലായിരുന്ന, പേടിച്ചു. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങിൻ മേലൻ ജീവന്റെ ജീവനിരിപ്പു. അയ്യോ അമ്മച്ചി, കാശെടുത്തേ. എന്റെ കാശെടുത്തേ. കാശിനായിരുന്ന? അയ്യോ, അത് അവിടെ വെച്ച് പറഞ്ഞാൽ പോരായിരുന്ന. കാശെടുക്കണം, തരാം. കാശ് ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടിരിക്കുന്നു, ആരും കാണാതിരിക്കും. ഇത് പിടിച്ചേ, പിടിക്കേ. ശരി. കേട്ടാ, കുറച്ച് വെള്ളം എടുത്തോ. വെള്ളം, ഒരു ഗ്ലാസ് വെള്ളോ? ഇതെന്തിനാ? കുടിക്കാൻ. കുടിക്കാനല്ല, ഈ വേണ്ട, ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഗോതമ്പൊടി എന്തേ? അത് കണാരം കൊണ്ടുവരും. ബക്കറ്റ് മേടിച്ചോക്കാൻ മറക്കണ്ട. ഇപ്പൊ മനസ്സിലായോ? ഇത് നമ്മുടെ കണാരനല്ലേ? നിനക്കിത് എന്ത് പറ്റിയടാ? ഒരുമാതിരി വർത്താനം പറഞ്ഞു കേട്ടോ. എവിടെയാ നാറി? നാറിയോ? ആ, നിങ്ങളുടെ മോനെയായി ചോദിച്ചത്. കടം വാങ്ങിയ കാശ് ചോദിച്ചാ ഈ പരുവാക്കിയത്. കണ്ണി പൊടിയിട്ട് മുങ്ങുന്നില്ല അപ്പാട്ടി. നീലാണ്ടിന്റെ കാര്യമാണോ പറയണേ? അല്ല, അവന്റെ അപ്പന്റെ കാര്യം. വിളിക്കണ്ടവനെ. ഇറക്കി വിട്ടില്ല, സ്വഭാവം മാറും. ഇറക്കി വിടാൻ ഓനവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഓ പുറകിൽ കൂടെ മുങ്ങി. ഓ, എന്നാ പിന്നാലെ ഓടായിരുന്നില്ലടോ. അത് പിന്നെ ഞമ്മ മീൻ നിനക്ക് കിട്ടാനല്ലേ കുറച്ച് പൈസ. ഓനേത് ദുര്യാവിന്റെ ഉള്ളിൽ പോയി വിളിച്ചാലും പടച്ചോനാണ് ഓനെ ഞമ്മളെ പോക്കും. ഇങ്ങനൊരു നാറിയുടെ കൂടെയാണോ നീ ജീവിക്കുന്നത്? വരുമ്പോ പറഞ്ഞേക്ക്, അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഇനി അവനെ കണ്ട എന്നോട് പറയാം. അത് എന്താണ്?
അവിടെ ഇട്ടെന്റെ തള്ളേ. വേറെന്താ മീനുള്ളത്? അതിലുണ്ട് ആകുലുണ്ട് ചെമ്മീനുണ്ട് കരിമീനുണ്ട്. പച്ചക്കില് തള്ളക്ക് തരൂല. ഏ? നീ എന്താ അങ്ങനെ പറയുന്നേ? തരാനുള്ള കാശ് വെക്കണല്ലേ, എന്നിട്ട് മീൻ മേടിച്ച് മുഴുങ്ങ്. കയ്യിൽ കാശില്ലെങ്കിൽ എന്താ? വയസ്സാം കാലത്ത് തള്ളയുടെ പൂതിക്ക് ഒരു കുറവുമില്ല. ചാള ചാളേ.